ഫിഫ റാങ്കിങ്ങിൽ അർജന്റീന 3-ാം സ്ഥാനത്ത്. 3 വർഷത്തിന് ശേഷമാണ് അർജന്റീനയ്ക്ക് 1-ാം സ്ഥാനം നഷ്ടമാകുന്നത്. 1-ാം സ്ഥാനത്ത് സ്പെയിനും 2-ാം സ്ഥാനത്ത് ഫ്രാൻസുമാണ്. വിവരങ്ങൾ നൽകാൻ രജീഷ് രവീന്ദ്രനുണ്ട്. രജീഷ്, അർജന്റീനയ്ക്ക് 1-ാം സ്ഥാനവും 2-ാം സ്ഥാനവും ഇല്ല, 3-ലേക്ക് പോയെന്നാണ് ഏറ്റവും പ്രധാനമല്ലേ? അരുണി, അത് തന്നെയാണ്. കാരണം അടുത്ത ഒരു ലോകകപ്പിന് ഒരുങ്ങുന്നതിനിടെയാണ് ലോക ചാമ്പ്യന്മാരായ അർജന്റീനയ്ക്ക് ഈ 1-ാം സ്ഥാനം നഷ്ടമാകുന്നത്. കഴിഞ്ഞ 3 വർഷമായി, കഴിഞ്ഞ ലോകകപ്പിന് വിജയിച്ചതിന് ശേഷം അർജന്റീന 1-ാം സ്ഥാനത്തേക്ക് എത്തിയതിനു ശേഷം 3 വർഷത്തോളം ഈ 1-ാം സ്ഥാനം നിലനിർത്താൻ അർജന്റീനയ്ക്ക് സാധിച്ചിരുന്നു. പക്ഷേ ഏറ്റവും ഒടുവിൽ നടന്ന ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങളിൽ ചില തിരിച്ചടി അർജന്റീനയ്ക്ക് നേരിട്ടു. ഏറ്റവും ഒടുവിൽ ഇക്വഡോറിനോട് പരാജയപ്പെടുകയും ചെയ്തു. ആ പരാജയമാണ് അർജന്റീനയ്ക്ക് ഇപ്പോൾ റാങ്കിങ്ങിൽ വലിയ ഒരു തിരിച്ചടി, 3-ാം സ്ഥാനത്തേക്ക് വീഴാനുള്ള ഒരു കാരണം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, യൂറോ കപ്പ് വിജയികളായ സ്പെയിൻ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും 1-ാം സ്ഥാനത്തേക്ക് തിരിച്ചെത്തി എന്നതാണ്. റാങ്കിങ്ങിൽ ഇന്ത്യക്കും തിരിച്ചടിയേറ്റു. കാഫ നേഷൻസ് കപ്പിൽ വളരെ മികച്ച പ്രകടനം നടത്തി 3-ാം സ്ഥാനം സ്വന്തമാക്കിയെങ്കിൽ കൂടി ഇന്ത്യക്ക് അത് റാങ്കിങ്ങിൽ മെച്ചപ്പെടുത്താൻ സാധിച്ചില്ല. ഒരു സ്ഥാനം നഷ്ടമായി. 134-ാം റാങ്കിലേക്കാണ് ഇന്ത്യ വീണത്. അതോടൊപ്പം ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗൽ നേരത്തെ നേഷൻസ് ലീഗ് വിജയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ വലിയ പ്രകടനമാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി തന്നെ നടത്തുന്നത്. പോർച്ചുഗലിന് ഒരു സ്ഥാനം മെച്ചപ്പെടുത്തി 5-ാം സ്ഥാനത്തേക്ക് എത്താൻ സാധിച്ചു. ബ്രസീലിന് ഒരു സ്ഥാനം നഷ്ടമായി. ഇംഗ്ലണ്ടാണ് 4-ാം സ്ഥാനത്തുള്ള ടീം. അങ്ങനെ ആദ്യ 5 സ്ഥാനങ്ങൾ ഈ രീതിയിലാണ്. അതോടൊപ്പം ആദ്യ 10-ൽ നിന്ന് ജർമ്മനി പുറത്താവുകയും ചെയ്തു എന്നതാണ് ഈ റാങ്കിങ്ങിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. സ്ലോവാക്കിയാണ് റാങ്കിങ്ങിൽ ഏറ്റവും നേട്ടമുണ്ടാക്കിയ ഒരു ടീം. ശരി, ഫിഫ റാങ്കിങ്ങിൽ 3-ാം സ്ഥാനത്തേക്ക് പോയിരിക്കുകയാണ് അർജന്റീന. രജീഷ് രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്.